എല്ലാ പേർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഓം സായിറാം. ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ബാബ പറയുന്നതായി നിങ്ങൾ സങ്കല്പിച്ച് നിങ്ങൾ കേൾക്കണം കേട്ടോ. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇത് കേൾക്കുന്ന പലരുടെയും മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് ചിന്തിച്ച് ഭയപ്പെടുന്നവരോ വിഷമിക്കുന്നവരോ ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ബാബയെ മനസ്സിലോർത്തൊന്ന് കേട്ടു നോക്കുക കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച്, ഒരു സാഹചര്യത്തെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച്, എന്തെങ്കിലും വരാൻ പോകുന്നതോ സംഭവിച്ചു കഴിഞ്ഞതോ ഒക്കെ ആയ ഒരു കാര്യത്തിനെക്കുറിച്ച് ഭയപ്പെടുന്നവരും അതിനെ സ്വയം ഉള്ളിലൊതുക്കി വിഷമിക്കുന്നവരുമാണെങ്കിൽ നിങ്ങൾ ആ ഭയത്തെ ഇന്ന് നിങ്ങൾ ഇവിടെ വച്ച് മറക്കണം. കാരണം നമ്മൾ എന്തിനെക്കുറിച്ചാണോ ആലോചിച്ച് ഭയപ്പെടുന്നത് ആ ഒരു കാര്യമെന്ന് പറയുന്നത് സംഭവിക്കേണ്ടത് സംഭവിച്ചേ തീരുവല്ലേ. പക്ഷേ നമ്മൾ ബാബാ ഭക്തരായ നമ്മൾ ഓരോരുത്തർക്കുമുള്ള അതിലൊരു നേട്ടമെന്ന് പറയുന്നത് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? സദ്ഗുരുവായ എല്ലാം അറിയുന്ന ബാബയോടാണല്ലേ. അപ്പോൾ ആ ഒരു കാര്യം സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സംഭവിക്കേണ്ട സമയത്ത് അത് ബാബയുടെ സംരക്ഷണയിലായിരിക്കുമെന്ന് എപ്പോഴും വിശ്വസിക്കുക. എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ അത് നടക്കേണ്ടത് അത് നടന്നു കഴിഞ്ഞിരുന്നാൽ പോലും അതിൽ ബാബയുടെ ഒരു സംരക്ഷണവും കരുതലും ഒക്കെ ഉണ്ടാകും എന്ന് മാത്രമല്ല അത് നല്ല രീതിയിൽ അവസാനിക്കും എന്നെപ്പോഴും ചിന്തിക്കുക. അതുപോലെ തന്നെ ചിലർക്കൊരു ചോദ്യമുണ്ടാകും, ഞാൻ ഇത്രയും ബാബയെ പ്രാർത്ഥിച്ചിട്ടും എന്തിനാണ് എനിക്കൊരു വിഷമം, എന്തിനാണ് ഈ ഒരു കാര്യം എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നതെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭയം, വിഷമം ഒക്കെ നമ്മുടെ ജീവിതത്തിലൊരു മോശം സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ ആ ഒരു സമയത്താണ് സന്തോഷത്തിലും അധികം നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ബാബയെ എന്നും ഓർക്കുന്നതിലും എന്നും പ്രാർത്ഥിക്കുന്നതിലും കൂടുതൽ ബാബയുടെ നാമം ഉച്ചരിക്കും, ബാബയെക്കുറിച്ച് ഓർക്കും, ബാബയുടെ സങ്കടങ്ങൾ പറയും. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ബാബയുമായിട്ടുള്ള നമ്മുടെ ഒരു കണക്ഷൻ കൂട്ടിക്കൊണ്ട് വരികയാണല്ലേ. അപ്പോൾ നിങ്ങൾ ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം ബാബ നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ബാബയെ ഓർക്കുന്നതും ബാബ എന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞതും ബാബയുടെ ഒരു ഭക്തനായി മാറിയതുമൊക്കെ ബാബ നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത്രയേറെ നിങ്ങൾ മറ്റാരെക്കാളും ബാബയെ വിളിക്കുന്നു എന്നതിന് അർത്ഥമല്ലേ. എല്ലാ സമയത്തും നമ്മൾ ഓർക്കുന്നു. ആ ഒരു പ്രോബ്ലത്തിൻ്റെ പേരിലെങ്കിലും നമ്മൾ ബാബയെ നിരന്തരം സ്മരിച്ചുകൊണ്ടേയിരിക്കുമല്ലേ. ബാബ എന്താണെന്ന് ഞാനിനി ബാബയോട് പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ ബാബയോട് ചോദ്യങ്ങളായിരിക്കാം നമ്മൾ ചോദിക്കുന്നത്, ബാബയുടെ മുമ്പിൽ പോയി കരയുമായിരിക്കാം. എങ്ങനെയൊക്കെ നമ്മളത് നോക്കിയാലും ബാബയുടെ പേര് നമ്മൾ ഒരുപാട് തവണ ഒരു ദിവസം തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ തിരഞ്ഞെടുത്തത് കൊണ്ടാണല്ലോ നമുക്ക് ബാബയുടെ ആ ഒരു പേര് പറയാനെങ്കിലും നമുക്ക് സാധിച്ചത്. അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ഭയത്തെ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യമാണ് കുറച്ച് സമയം കണ്ടെത്തി കണ്ണുകളടച്ച് മനസ്സിലെപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, മാനസപൂജ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് വേറൊന്നും നമ്മൾ ചെയ്യേണ്ട. നമ്മൾ കണ്ണുകളടച്ച് ബാബയുടെ പരിപൂർണമായ രൂപം ഫസ്റ്റ് കുറച്ച് സമയം മനസ്സിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ സങ്കല്പിക്കേണ്ടത് ബാബ നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങൾ ബാബയെ നോക്കി നമുക്ക് എന്തൊക്കെയാണോ പറയേണ്ടത് അതൊക്കെ പറയുക. ഇന്ന് ഈ ഭയം മാറ്റാൻ വേണ്ടി, ഈ വിഷമം മാറ്റാൻ വേണ്ടി നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ എന്തിനെക്കുറിച്ച് ആലോചിച്ചാണോ ഭയപ്പെടുന്നത്, വിഷമിക്കുന്നത്, ബാബ ആ ഒരു കാര്യം പറഞ്ഞ് ഞാനത് ഇന്നു മുതൽ ബാബയിൽ ഏൽപ്പിക്കുകയാണ്. എനിക്ക് എന്താണോ നല്ലതെന്ന് ബാബ കരുതുന്നത് ആ രീതിയിൽ ഈ ഒരു കാര്യം അവസാനിക്കണമേ എന്ന് പറയുക കേട്ടോ. അതൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ അതിനെ ബാബയിൽ അർപ്പിക്കുന്നതാണ്. ബാക്കിയെല്ലാം അതോടുകൂടി നിങ്ങളുടെ ആ ഒരു ഭയം, ആ ഒരു സിറ്റുവേഷൻ അതെങ്ങനെ സംഭവിക്കണം, ഏത് രീതിയിൽ നടക്കണം എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ബാബ നോക്കിക്കോളും. അതിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ബാബ ഉറപ്പായും ഏറ്റെടുക്കും, അത് നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കും എന്നൊരു വിശ്വാസം അത് കഴിഞ്ഞ് നമുക്കും ഉണ്ടാകണം. ഇങ്ങനെ നിങ്ങൾ ചെയ്തതിന് ശേഷം പറയേണ്ടത്, എപ്പോഴും പറയുക, ബാബ ഞാൻ ബാബയിൽ വിശ്വസിക്കുന്നു എന്ന് എപ്പോഴും പറയാൻ ശ്രമിക്കുക കേട്ടോ. ബാബ ഞാൻ ബാബയിൽ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മന്ത്രങ്ങളൊന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും കുറച്ച് സമയമെടുത്ത് ബാബയെ വെറും സായി എന്ന് പറഞ്ഞാലും മാത്രം മതി. കാരണം ബാബ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാടൊന്നും എന്നെക്കുറിച്ച് പറയേണ്ട, എന്നെക്കുറിച്ച് നാമജപം ചെയ്യേണ്ട ആവശ്യമില്ല, സായി എന്ന് മാത്രം ഉച്ചരിച്ചാൽ പോലും അവിടെ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുമെന്നാണല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ സമാധാനം വരുന്നവരേക്കും ഒന്നുകിൽ സായി
സായി എന്ന് പറയൂ, അല്ലെങ്കിൽ ഓം സായിറാം പറയൂ. ഒരു 108 തവണയൊക്കെ ഓം സായിറാം ഒന്ന് ജപിച്ചു നോക്കൂ. അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഒരു കാര്യം ചെയ്ത് തീർക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ അലട്ടുന്ന ആ ഭയം, വിഷമം എന്താണോ അത് ഉറപ്പായിട്ടും ഇനി നിങ്ങളെ അലട്ടില്ല എന്ന് മാത്രമല്ല, ആ ഒരു സിറ്റുവേഷന് അതിവേഗം നിങ്ങൾക്കൊരു പരിഹാരം ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം എന്ത് ചെയ്താലും, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, എന്ത് കർമ്മം നമ്മൾ ചെയ്താലും അതെല്ലാം ഇനി തുടങ്ങി അങ്ങോട്ട് ബാബയിൽ അർപ്പിച്ച് ചെയ്യൂ. നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നു എന്ന രീതിയിൽ ഡെയിലി ബാബയുമായിട്ടൊരു കോൺവെർസേഷന് ശ്രമിക്കൂ. അത്രയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരും. ബാബയുമായി നിങ്ങൾ അത്രത്തോളം അടുക്കും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഉള്ളിലെ ആ ഭയം എന്തിനെക്കുറിച്ചാണോ ആലോചിച്ച് ഭയപ്പെടുന്നത്, അതിനെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇന്ന് തന്നെ മാറ്റിയെടുക്കുക കേട്ടോ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ബാബ തരട്ടെ. ഓം സായിറാം.